ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് അതൊരു ജിന്നാണ്. ഒരിക്കൽ കൂടി കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ അനന്തപുരിയിൽ നിന്നും സ്നേഹവും സാഹോദര്യവും ഒരുമിച്ച് ശ്വാസം എടുക്കുന്ന വർക്കലയുടെ മണ്ണ്. അതെ, ആ മണ്ണിൽ നിന്നും ഇങ്ങ് ഖത്തറിലെത്തി നിശബ്ദതയിൽ തൻ്റെ കഴിവിനെ ഒളിപ്പിച്ചു വെച്ച് വേട്ടയ്ക്കൊരുങ്ങുന്ന വേട്ടക്കാരന് മുന്നിലൂടെ കുതിച്ചു പായുന്ന ദ റോറിംഗ് ടൈഗർ ഓഫ് ഖത്തർ ക്രിക്കറ്റ്. സ്വതവേ ശാന്തനാണെങ്കിലും ക്രീസിലെത്തിയാൽ ബൗളർമാരുടെ പേടി സ്വപ്നമായ ഒരാൾ. അതെ, അവനാണ് ആ ജിന്ന്, ഖലീഫ. പേര് പോലെ തന്നെ ഖത്തർ ക്രിക്കറ്റിനെ ഒന്നടങ്കം അടക്കി ഭരിക്കുന്ന ദ ഖലീഫ. ഖലീഫ ജോയിനിങ് വിത്ത് us today. പവലിയൻ ടോക്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഖലീഫ അബൂസലിക്ക് സ്വാഗതം. നീ എന്തൊക്കെ സ്വന്തമേ തള്ളി മറിച്ചത്? ഇത് നാളെ എന്തൊക്കെ കാണണം ഇതില്? തള്ളൊന്നുമല്ല, ഞാനുള്ളതല്ലേ പറഞ്ഞേ. അല്ല, ഉറപ്പായിട്ടും ഇൻട്രൊഡക്ഷൻ ആണ് ഏറ്റവും ബെസ്റ്റ് ആണ്. നമ്മുടെ പരിപാടിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലിക്ക് ആവണമെന്നല്ലേ. നീ ഇത് കാണുന്ന ആളുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എന്തേ ഖലീഫ എന്ന് പറഞ്ഞ പ്ലെയറിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞതൊന്നും തെറ്റാണെന്ന് ഒരാളും പറയില്ല. അപ്പൊ നമ്മളെ ക്യാപ്റ്റൻ റാഷിദിന്റെ കാര്യം നീ എന്ത് ചിന്തിച്ചു നോക്കിയേ? വെട്ടൂരാൻ എന്തൊക്കെ പറയും? പറയുന്നവർ പറയട്ടെ, നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല. ഉറപ്പായിട്ടും. യെസ്, ഇനി വിശേഷങ്ങൾ പറയാം. എന്തൊക്കെയാണ് വിശേഷം? നാട്ടിൽ പോയിരുന്നു, സുഖമാണ്. നല്ല ചൂടുണ്ട്. നാട്ടിൽ പോയത് ഒരാഴ്ചക്ക് കണ്ട ചുമ്മാ പോയിട്ട് വാറിൽ കുടുങ്ങി അവിടെ നിന്ന് പോയതല്ലേ? അതെ. എത്ര ദിവസം? 47 ദിവസം. 10 ദിവസത്തേക്ക് പോയിട്ട് 47 ദിവസം. അത് ശരി. അപ്പോൾ കഴിഞ്ഞ ആഴ്ച തിരിച്ചെത്തി. 13-ാം തീയതി എത്തി. വളരെയധികം സന്തോഷം. എന്തായാലും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിച്ചപ്പോൾ തന്നെ എത്തിയതിൽ വളരെയധികം സന്തോഷം. നിങ്ങളെപ്പോലുള്ള പ്ലെയറുമായിട്ട് ഇരുന്ന് സംവദിക്കാൻ തന്നെ പറ്റുന്നത് വലിയ വലിയ കാര്യമാണ് നമുക്കൊക്കെ. ഉറപ്പായിട്ടും സദ്ദാമേ നാട്ടുകാരനല്ലേ, നമുക്ക് വിളിക്കുമല്ലോ നമ്മള്, ഉറപ്പായിട്ടും അതിന് വരണമല്ലോ. പവലിയൻ ടോക്ക് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം നമ്മളെ ഖത്തറിലുള്ള ടെന്നീസ് ക്രിക്കറ്റിലുള്ള നമ്മുടെ തന്നെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള പ്ലേയേഴ്സിനെയും മറ്റുള്ളവരെയൊക്കെ ഇതിൽ നല്ല ഒരുപാട് പ്ലേയേഴ്സ്, നല്ല നല്ല പ്ലേയേഴ്സ് എന്നല്ല, എല്ലാ പ്ലേയേഴ്സിനെയും നമ്മളിതിലേക്ക് കൊണ്ടുവന്ന് അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഈ ഒരു പരിപാടി മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളതിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലാണ് ഉള്ളത്. അപ്പോൾ ഖലീഫ എന്ന് പറയുന്ന ഒരുപാട് ആരാധകരുള്ള ഖത്തർ ക്രിക്കറ്റിൽ ഒരുപാട് ആരാധകരുള്ള ഖലീഫ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ തുടക്കം, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്രിക്കറ്റിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്? ഖത്തറിലാണ്. അല്ല, നാട്ടിൽ നിന്നായിരിക്കുമല്ലോ ഒബ്വിയസ്ലി തുടങ്ങുന്നത്. നിങ്ങൾ ഖത്തറിൽ ജനിച്ചാളല്ലോ. ഞാൻ വർക്കല, വെട്ടൂര്, നമ്മൾ കടപ്പുറത്ത്, അവിടെ നിന്നാണ് കളിച്ചതായത്. തീരെ അറിഞ്ഞൂടാത്ത സ്ഥലമാണ്. അല്ല, എനിക്ക് നല്ലപോലെ അറിയുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ കളിക്കുന്ന സമയത്ത് ആ സമയത്ത് ടെന്നീസ് ബോളില്ല. ആ സമയത്ത് നമ്മൾ ചെൽസിൻ്റെ റബ്ബർ ബോളായിരുന്നു കളിക്കുന്നത്. ആ സമയത്ത് എന്നുള്ളത് നമ്മൾ 1 ഡേ ടൂർണമെൻ്റ്, ഇത് കണക്ക് ലീഗുകളില്ല. അത് കളിച്ച് ഒരു ഏകദേശം 6-ാം ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് ക്രിക്കറ്റ്. ഏകദേശം 10-21 വയസ്സ് വരെ നാട്ടിൽ ഖത്തറിൽ വരുന്നതിന് മുന്നേ നാട്ടിൽ തന്നെയാണ് ക്രിക്കറ്റ് കളിച്ചത്. ചെറിയ നമ്മൾ നാട്ടിൻപുറത്തുള്ള ക്രിക്കറ്റ് കളിയല്ലായിരുന്നു. കഴുതപ്പാടെന്ന് പറഞ്ഞാൽ വർക്കലക്കാർക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും വെട്ടൂരുള്ളവർക്ക് അറിയാൻ പറ്റും. കടൽ തീരത്താണ് അതിൻ്റെ കളി. വലിയ ലീഗുകളൊന്നും ഇല്ല, ചെറിയ കൊച്ചു ടൂർണമെൻറ്റ് കളിച്ചാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ടൂർണമെൻറ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ വർക്കല ഭാഗത്ത് മാത്രമാണോ, അതോ പുറത്ത് നമ്മുടെ ഡിസ്ട്രിക്റ്റിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയി തന്നെ കളിക്കുമായിരുന്നോ, അതോ ചെറുപ്പം മുതൽ ഇങ്ങനെ കളിച്ച് വന്ന സ്ഥലത്ത് മാത്രമായിട്ട് ഇങ്ങനെ ചുരുങ്ങിപ്പോയതാണോ? പിന്നീട് വളർന്ന് വന്ന് തല പൊന്തിയപ്പോഴാണോ പുറത്തേക്ക് വന്നത്? അതേ ഒരു പാർഷ്യലി ഉള്ള സമയത്ത് തന്നെ വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ പുറത്ത് കളിക്കാൻ പോക്കില്ലായിരുന്നു. പുറത്ത് അധികം കളിക്കാറില്ല. ഞാൻ നമ്മളെ നാട്ടിൽ വെട്ടൂര് തന്നെ, ആ സ്ഥലത്ത് തന്നെയാണ് കളിക്കുന്നത്. വർക്കല അങ്ങോട്ടൊന്നും പോക്കില്ല. നമ്മളെ നാട്ടിൽ പിന്നെ അവിടെ SN കോളേജിൽ അവിടെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയിട്ടുണ്ട്. നമ്മളെ നാട് ആ തീരദേശം വയൽ, അവിടെ തന്നെയാണ് കളിച്ചത്. അല്ല പുറത്ത് പോയ കളിയൊന്നും. കണ്ടം ക്രിക്കറ്റ് ഇല്ലായിരുന്നു. അത് കണ്ടം ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ അന്നത്തെ 100 രൂപയുടെ കളിയായിരുന്നു. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ കളി. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ കളിയായിരുന്നു. ഒരു പെപ്സിയൊക്കെ ആയിരുന്നെങ്കിൽ അന്നത്തെ ഒരു ട്രോഫിയുടെ തുല്യം, ഇന്നത്തെ ട്രോഫിയുടെ തുല്യം ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നവർ. അത് തന്നെയായിരുന്നു ആ സമയത്ത് കളിക്കുന്നതെന്ന് വെച്ചാൽ നല്ല രസമായിരുന്നു. ഇതുപോലെ വാക്ക് തർക്കം, അടി, ബഹളം, കള്ള സ്കോർ കൂട്ടല്, ആപ്പുകളൊന്നും ഇല്ലല്ലേ, എഴുതി കൂടില്ല, തറയിൽ തന്നെ എഴുതി. ഞാൻ പറയുന്നത് തന്നെ റൺസ് 30 35 വാക്ക് തർക്കം ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവണം. നമ്മളെ നാടിൻ്റെ രീതി വെച്ച് പോകുമ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാവും. കാര്യം എൻ്റെ കൂടെ കളിച്ചവരൊക്കെ അങ്ങനത്തെ ആളുകളാണ്. ഇപ്പോൾ നമ്മൾ വെട്ടൂരാനായിരുന്നാലും, റാഷിദായിരുന്നാലും, യൂസഫ് ആയിരുന്നാലും, സമീർ ഖാൻ ആയിരുന്നാലും, ആ കാലഘട്ടത്തിൽ എൻ്റെ കൂടെ കളിച്ച പിള്ളേർ, അമീർ ഖാനായിരുന്നാലും, ഇപ്പോഴും ഖത്തറിൽ എൻ്റെ കൂടെ അവർ എല്ലാവരും ഉണ്ട്. വർക്കലയിൽ നിന്ന് ഒരുപാട് പ്ലേയേഴ്സ്. ഇപ്പോൾ തിരുവനന്തപുരം
എടുത്തു നോക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി പ്ലേയേഴ്സും വരുന്നത് വർക്കല എന്നാണ്. അല്ല, ഞാൻ എൻ്റെ സമയത്തുള്ള പ്ലേയേഴ്സിനല്ലേ പറയാൻ പറ്റും. അതിനുശേഷം ഒരുപാട് പേര് വന്നിട്ടുണ്ട്. സോറി, നിങ്ങൾ അങ്ങ് 80s കാര്യമാണ് പറയുന്നത്. നമ്മൾ 90s അത് അല്ലേ, അത് ഉറപ്പായിട്ടും അത് പറയണമല്ലേ. നിങ്ങൾ 90s അല്ലേ, ഞാൻ ആ സമയത്ത് എൻ്റെ പ്രായക്കാരല്ലേ പറയാൻ പറ്റൂ. ആ സമയത്ത് റാഷിദ് ആയിരുന്നാലും ഇതുപോലെ വെട്ടൂരായിരുന്നാലും അമീർ ഖാൻ ആയിരുന്നാലും സമീർ ഖാൻ, യൂസഫ്, ഇതൊക്കെ ആയിരുന്നു ആ സമയത്ത് ഞങ്ങൾ കളിച്ചു വന്നത്. അതിനുശേഷമുള്ളതാണ് സുൽഫാൻ, ജവാദ്, ഇപ്പോൾ സയ്യിദ്, അജി, അങ്ങനത്തെ നമ്മളിപ്പോഴത്തെ പിള്ളേർ, സമ്മിൽ, അങ്ങനത്തെ പിള്ളേരൊക്കെ വലുതായി വരുന്നത്. ഞങ്ങൾ കളിക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് അവരില്ല. പിന്നെ നമ്മൾ ജീവിതകാലമായിട്ട് നമ്മൾ ഇനി ഗൾഫ് രാജ്യങ്ങൾക്ക് വന്നതല്ലേ, ആ സമയത്ത് ആ പിള്ളേരൊന്നും കളിയില്ല, ഉറപ്പായിട്ടും ഇല്ല എന്നാണ് എനിക്ക് ഉറപ്പ്. കാര്യം അതിൽ ഞാൻ അടുത്ത് വളർത്തി നടന്നു കൊണ്ടുവന്ന കുറച്ച് പിള്ളേരുണ്ട് അതിൽ, അപ്പോൾ അത് ഉറപ്പായിട്ട് എനിക്കറിയാൻ പറ്റും. പിന്നെ സ്കൂൾ ജീവിതത്തിൽ പിന്നെ ക്ലാസ്സിൽ ഞാൻ അമീർ ഖാനൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. ഏത് സ്കൂളിലായിരുന്നു? വെട്ടൂർ ഗവൺമെൻറ് സ്കൂളിൽ. അനുമോൻ ഡിവിഷൻ മാറ്റമായിരുന്നു. റാഷിദ് ഞങ്ങളുടെ സ്കൂളിലല്ലായിരുന്നു, അവൻ വേറെ സ്കൂളിലായിരുന്നു. യൂസഫ് എനിക്ക് ഒരു വർഷം സീനിയറായിരുന്നു. ഏജിൽ ഒരുമിച്ചാണെങ്കിലും പഠിച്ചത് ഒരു വർഷം സീനിയറായിട്ടാണ്. ആ സമയത്ത് അടിപൊളിയാണ് ക്രിക്കറ്റ് കളിക്കുന്നതെന്ന് വെച്ചാൽ. കടപ്പുറത്ത് കളിക്കുന്നത് നമ്മുടെ നാട്ടിൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത്, കടപ്പുറത്ത് കളിച്ചിട്ടുണ്ടോ? പിന്നെ അതാ ഞാൻ കളിക്കാത്തത്. അല്ല, കളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സുഖം അറിയാൻ പറ്റും. പന്ത് കടലിൽ പോകുമ്പോൾ നീ എടുത്തിട്ടുണ്ടോ? നീ ഇല്ല. അതാണ്. ആറിപ്പോയി വള കുറക്കിട്ടുണ്ടോ? ആറിപ്പോയി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പോയി കളിക്കണം, അതൊക്കെ നല്ല രസമാണ്. എങ്ങനെയാണ് കളിക്കാനൊക്കെ പോകുമ്പോൾ ഫാമിലിയുടെയൊക്കെ ഒരു കൊച്ചുനാൾ മുതലുള്ള ഒരിതും, പിന്നീട് ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എന്താ ഫാമിലിനെ പറ്റി പറയും, അത് കേൾക്കാം. എന്നിട്ടാവാം അതിനെ പറ്റി. ഫാമിലി, ഭാര്യയുടെ പേര് ഷബാന, മൂത്ത മകളുടെ പേര് നിഹ ഫാത്തിമ, ഒരു മകളുണ്ട് അദ്നാൻ. ഭാര്യ കളിക്കാൻ പോകുന്നത് നാട്ടിൽ, ഞാൻ ഇപ്പോൾ പ്രവാസിയായതിനു ശേഷം കളിക്കാൻ പോക്ക് കുറവാണ്. പോകുന്നത് ടർഫിൽ കളിക്കാൻ പോകുന്നുള്ളൂ. പിന്നെ ഗൾഫിലാകുമ്പോൾ പിന്നെ വിളിച്ചാൽ മതിയല്ലേ. വലിയ സപ്പോർട്ടുണ്ട്, എന്നാലും കളിക്കാൻ പോകുന്നത് ഇഷ്ടമല്ല. പിന്നെ ഉമ്മ ഉണ്ട്, ഇപ്പോൾ മരണപ്പെട്ടു പോയി. ഒരു സഹോദരനുണ്ട്, ഒരു സഹോദരിയുണ്ട്. ഇതാണ് ഫാമിലി. പിന്നെ അവരുടെ മക്കൾ, ഇതൊക്കെ തന്നെ. പിന്നെ ഇതൊക്കെ തന്നെയാണ് അതിലുള്ളത്. പുറത്തോട്ടൊന്നും പോയി അധികം കളിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ, അപ്പോൾ നമ്മുടെ ആ ലോക്കലി ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ തന്നെ ആ ഒരു സൈസ് കളികളൊക്കെയാണ് കളിച്ചിട്ടുള്ളത് നാട്ടിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ വലിയ ടൂർണമെൻറ്റുകളൊന്നും നാട്ടിൽ ചിലപ്പോൾ പോയി കളിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഖത്തറിലേക്കുള്ളൊരു വരവ്, അത് എങ്ങനെയായിരുന്നു? ക്രിക്കറ്റിലൂടെയാണോ ഖത്തറിലെത്തിയത്, അതേ ഖത്തറിലെത്തിയിട്ട് ഇവിടെ ക്രിക്കറ്റ് ഇവിടെയും കളിക്കുകയാണോ ചെയ്തത്? ഇല്ല, ഖത്തറിൽ വന്നത് ജീവിതമാർഗമായിട്ട് വന്നതാണ്, അല്ല ക്രിക്കറ്റ്. കാരണം ഞാനത് എടുത്തു ചോദിക്കാൻ കാര്യം, ഇവിടെ ഇപ്പോൾ പലരും ക്രിക്കറ്റിലൂടെ വരുന്നവരുണ്ട്. ഇപ്പോൾ അവർ ജോലി കൊടുത്തിട്ട് കൊണ്ടുവരികയും പിന്നെ അവർക്ക് വേണ്ടി കളിക്കുക, അങ്ങനെ കുറേ സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല സത്തു, ഞാൻ 2007 ഇവിടെ വന്നു. ആ സമയത്ത് ഖത്തറിൽ ഇങ്ങനെ ക്രിക്കറ്റ് ഒന്നുമില്ല. ഇവിടെ വന്നിട്ട് ജോബ് കണ്ടെത്തിയതിന് ശേഷമാണ് ക്രിക്കറ്റിലോട്ട് ഇറങ്ങുന്നത്. 2007 ഖത്തറിലെത്തിയത്. 2008 ഞാൻ ഇവിടെ അൻസാറിനാണ് എന്നെ ഇവിടെ ഖത്തറിൽ കൊണ്ടുപോയത് കളിപ്പിക്കാൻ. നമ്മൾ ഹോം ഗ്രൗണ്ടായിട്ട് ഞാൻ ഐഡിയൽ സ്കൂളിൽ പറയും, പഴയ ഓൾഡ്. അൻസാറിന്റെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ചിരി വന്നു. അല്ല, അത് ചിരിക്കും. അറിയുന്നവർക്ക് അൻസാറിനാ മനസ്സിലാവും, ക്രിക്കറ്റ് അറിയുന്ന കുറേ ആൾക്കാർ. പിന്നെ ഒരു ടീമുണ്ട്, 2009 റോയൽ ടൈഗേഴ്സ് എന്ന് പറഞ്ഞ ടീം ഇറക്കി. അന്ന് ആദ്യ കാലഘട്ടത്തിൽ അമീർ ഖാനായിരുന്നു എൻ്റെ ക്യാപ്റ്റൻ. പിന്നെ റാഷിദായി. നമ്മളെ നാട്ടിൽ വർക്കലക്കാർ മാത്രമായിരുന്നു എൻ്റെ ടീമിൽ കളിക്കുന്നത്. ഇപ്പോഴും നിലവിലുണ്ട് ആ ടീം. വർക്കലക്കാർ മാത്രമൊന്നുമല്ല, അല്ല വർക്കല കളിക്കുന്നത് 99% വർക്കലക്കാരാണ്. അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ വർക്കലക്കാരെ മാത്രം എങ്ങനെ പറയാ? എന്റെ സ്ഥലം മണനാക്കാണ്, മണനാക്കിലുള്ളവർ റോയൽ ടൈഗേഴ്സിൽ കളിക്കുന്നില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ സിറാജൊക്കെ ഉണ്ടായിരുന്നു തലശ്ശേരിയിലുള്ള, മാഹി. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ സമീർ ഉണ്ടായിരുന്നു, അത് മണനാക്കാണ്. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. 99% ഞങ്ങൾ ആദ്യം കളിച്ച കാലത്ത് വർക്കലക്കാർ തന്നെയായിരുന്നല്ലേ. അപ്പോൾ പിന്നെ അതിനുശേഷം പിന്നെ സദ്ദാമിൻ്റെ ടീമിൽ കളിക്കുന്നുണ്ട്, ഞാൻ വർക്കല ബ്രദേഴ്സിൽ കളിക്കുന്നുണ്ട്. പിന്നെ ഷാർക്കിൽ കളിക്കുന്നുണ്ട്, രാത്രിയിൽ ഷാർക്കിൽ റിഫാസിൻ്റെ ടീമിലാണ് കളിക്കുന്നത്. പിന്നെ നമ്മളെ ദോഹ റേഞ്ചേഴ്സ് കളിക്കുന്നത്, റിവോൾട്ട് കളിക്കുന്നത്. ഖത്തറിൽ ഒരുമാതിരിപ്പെട്ട ഒത്തിരി ടീമുകളിൽ കളിക്കുന്നുണ്ട്. മെയിനായിട്ട് കളിക്കുമ്പോൾ നമുക്ക് റോയൽ ടൈഗേഴ്സ്, ബ്രദേഴ്സ്, അങ്ങനെയുള്ള ടീമുകളിലായാലും മെയിനായിട്ട് കളിക്കുക. കാരണം ഖലീഫനെ പോലുള്ള ഒരു പ്ലെയറിന് മിക്ക ടൂർണമെന്റിലും പല ടീമുകളും ആഡ് ചെയ്തിട്ടുണ്ടാവും. ഏതെങ്കിലും 1-2 കളി വന്നാൽ മതി എന്നൊക്കെ അങ്ങനെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ വർക്കല ബ്രദേഴ്സ് അല്ല, ഇപ്പോൾ റോയൽ ടൈഗേഴ്സ് തന്നെയാണ് മെയിൻ ടീം. റോയൽ ടൈഗേഴ്സ് തന്നെയാണ്. അതല്ലെങ്കിലും റോയൽ ടൈഗേഴ്സിന്റെ റോറിംഗ് ടൈഗർ എന്ന് പറയുന്നത് ഖലീഫയാണ്. 40+ ആണല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ അത് പെൻഡിങ് തന്നെ ഇരിക്കുന്നത് തന്നെ. വെറ്ററൻസാണ് ഇപ്പോൾ. വെറ്ററൻസിന്റെ മുകളിലായെന്ന് തോന്നുന്നു. അതിനുശേഷം വല്ലതും ഉണ്ടാ കാര്യം എല്ലാം ഇപ്പോൾ പൊതുവെ ഇല്ല കളിക്കാൻ. പുതിയ പിള്ളേർ വരട്ടെ, അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ വർക്കൗട്ട് പ്രദേശത്തുണ്ട്, എല്ലാം കുട്ടികളാണ്, നമ്മൾ അനിയന്മാരാണ് മൊത്തവും.
പിന്നെ ആൾക്കാർക്ക് ഒരു ശോകമായി തുടങ്ങിയില്ലേ ഖത്തർ ഇപ്പൊ ക്രിക്കറ്റ് ഇപ്പൊ പിന്നെ ഇല്ല, പൊതുവിലുണ്ട് ടൂർണമെന്റുകൾ എന്ന് പറയാൻ. പണ്ടത്തെ പോലെ ടൂർണമെന്റുകളില്ല നമുക്ക്. ഇപ്പൊ ലീഗ് നമുക്ക് ഫുള്ള് ലീഗുകളാണ്. ലീഗ് എന്ന് പറയുന്നത് 4 മാസം 4 മാസം 2 മാസം 3 മാസം ഇങ്ങനെ കണ്ടിന്യൂ ആയി. പണ്ട് ഒറ്റ ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് തീരുന്ന ടൂർണമെന്റ് ആയിരുന്നു. ഞങ്ങൾ ഇവിടെ കളിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാം ആണ്. അതാ ഞാൻ പറഞ്ഞത്, മുമ്പത്തെ പോലെ ഇപ്പൊ ഇല്ല, കുറവാണ്. അത് വെറും ഈദ് അല്ലെങ്കിൽ സ്പോർട്സ് ഡേക്കൊക്കെ മാത്രമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് അങ്ങനെയല്ലേ കളിച്ചത്. ഇപ്പൊ പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിയാല്ലേ. ഖലീഫ എന്ന ബാറ്റർ ക്രീസിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അല്ലെങ്കിൽ അവൻ ഭയങ്കര ഡേഞ്ചറാണ്, ഭയങ്കര പേടിയുണ്ടാവും അറിയാൻ വരുന്ന ബൗളേഴ്സിനൊക്കെ ആയാലും. അപ്പോൾ അങ്ങനെ മറ്റുള്ളവർ പറയുമ്പോഴോ അത് പറഞ്ഞ് കേൾക്കുമ്പോഴോ അറിയുമ്പോഴോ എന്താണ് തോന്നുക? എന്താണ് ഖലീഫ എന്ന പ്ലെയർ ഡേഞ്ചറാണോ? സ്വാഭാവികമായിട്ട് മനസ്സിന് സന്തോഷം വരും അല്ലേ? അത് ഏതൊരു പ്ലെയറിനും ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടാവും. പിന്നെ അങ്ങനെയൊന്നുമില്ല, ഒരു ബോളല്ലേ, അത് സ്വാഭാവികമായിട്ടും നടക്കാത്തൊരു കാര്യമാണ്. എന്ത് സംഭവിക്കാം, നിർത്തി എറിയാനും പറ്റുന്നവരുണ്ട്, അങ്ങനെയുള്ള ബോളേഴ്സും ഉണ്ട് ഇവിടെ ഖത്തറിലില്ലേ, ഒരുപാട് പേരുണ്ട്. പിന്നെ ചിരിച്ചത് കളിയുമുണ്ട്, ചിന്തിപ്പിച്ച കളിയുമുണ്ട്. ഇവിടെ പല ബൗളേഴ്സിനും ഖലീഫ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ബോൾ ചെയ്യുമ്പോൾ ഒരു ഭയം ഉണ്ടാവുമെന്ന് പലരും പറയും, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ അങ്ങനെയുള്ളവരുണ്ടാവും. എന്നാലും ഖലീഫ എന്ന ബാറ്ററിന് ഏതെങ്കിലും ഒരു പ്ലെയറിനോട് അല്ലെങ്കിൽ ഒരു ബൗളറിനോട് ഐ മീൻ പേഴ്സണലി അദ്ദേഹം നല്ല ഒരു റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ബൗളറാണ് അല്ലെങ്കിൽ ടഫാണ് കളിക്കാൻ എന്ന് തോന്നിയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ? നമ്മൾ ഒബ്വിയസ്ലി സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഖലീഫയുടെ ക്രിക്കറ്റ് ഹിസ്റ്ററിനെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രൊഫഷണലി നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന ഖത്തറിലെ ക്രിക്കറ്റ് ആയിരിക്കും. നാട്ടിൽ അത്ര ചെറിയ ചെറിയ കൊച്ചു കൊച്ചു നാട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ടി വരിക ഖത്തറിലെ കളിയായിരിക്കും. ഖത്തറിലെന്ന് പറയുമ്പോൾ ടസ്കർ കളിച്ച അനൂപ് എന്ന് പറഞ്ഞ ബോളുണ്ട്, അറിയാം? ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. ഇല്ല, അവൻ ദുബൈയിലാണ്. പിന്നെ ഇപ്പോൾ കളിക്കുന്നതിൽ നമ്മളെ പട്ടാണി പാകിസ്ഥാനി, പിന്നെ അതിൽ നമ്മളെ എമ്മിയിലെ മൻസൂർ, ഇതൊക്കെ തന്നെ ബൗളേഴ്സാണ്. എന്നാൽ അങ്ങനെ പേടിയോ അങ്ങനെ പേടിയല്ല, നമ്മൾ കളിച്ചാൽ വെറുതെ എന്നുള്ളൊരു ഇതുണ്ടാവും, ചിന്ത. അല്ലാതെ പേടിയൊന്നും വരുന്നില്ല. സ്വാഭാവികമായിട്ടും അവർക്കെതിരെ കളിക്കുമ്പോൾ കുറച്ച് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് കളിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ പേടി എന്ന് പറയാൻ വേണ്ടി ഒരു ബോളിൽ വിക്കറ്റ് ആവുമല്ലോ, അതല്ല പ്രശ്നം. അല്ല, കണ്ടത് നല്ലതായിട്ട് ബെറ്ററായിട്ട് തോന്നിയത് ഇവർ 3 പേര് തന്നെയാണ്. ഒന്ന് ഉമർ, ഒന്ന് മൻസൂർ, പിന്നെ അനൂപ് വർഷങ്ങൾക്ക് മുമ്പ് കളിച്ചു പോയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് കുറച്ച് വർഷമായി. പിന്നെ മറ്റുള്ള ബോളേഴ്സ് നല്ലതല്ല എന്നല്ല പറഞ്ഞത്, അത്രേ ഉള്ളൂ. ഇപ്പോഴും ഒരുപാട് ടഫ് ബോളേഴ്സൊക്കെ ഉണ്ട്. ചിലപ്പോൾ പലപ്പോഴും നമുക്ക് ഈസി ആയിരുന്ന ബോളേഴ്സ് ആയിരിക്കും ചില സമയങ്ങളിൽ ചില ഓവർ ടഫായിട്ട് എറിഞ്ഞു പോകുന്നു. ഉറപ്പായിട്ടും അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലല്ലോ, അതിൽ പറഞ്ഞ ഒരുപാട് അത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ തന്നെ ഷിഹാസ് മെയ്ഡൻ എറിഞ്ഞു പോയിട്ടുണ്ട് ഖലീഫയ്ക്കെതിരെ, ഓർമ്മയുണ്ടോ? മെയ്ഡൻ അല്ല, എനിക്ക് തോന്നുന്നു 5 ബോൾ ഡോട്ടായിട്ട് 6ാമത്തെ ബോൾ ക്യാച്ച് മുത്ത് ഡ്രോപ്പ് ചെയ്ത് ആ ഒരു സംഭവം ഇൻസിഡന്റും ഉണ്ടായിട്ടുണ്ട്. അതും ഐഡിയലാണ്, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അത് അങ്ങനെ ഒരുപാട്. പിന്നെ മൻസൂർ, നമ്മളെ ഷാർക്ക് കളിക്കുന്ന മൻസൂർ എന്നെ ജവാനെ നിർത്തി എറിഞ്ഞിട്ട് പോയിട്ടുണ്ട്. 5 റൺസ് മതിയായിരുന്നു. അതും കേരള പ്രീമിയർ ലീഗ് ആയിരുന്നു, ജില്ലാ അടിസ്ഥാനത്തിൽ കളിച്ചതിൽ. അത് ഞങ്ങൾ 3 പേരും 2 പേരുടെ നിന്നിട്ട് 3 ബോൾ ഡോട്ട് ചെയ്ത് കളി തോറ്റുപോയിരുന്നു. ആ നോർവേക്ക് വേണ്ടി ഞങ്ങൾ കളിച്ചതാണ്. സിറ്റുവേഷനനുസരിച്ചിട്ട് ബോളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് നമ്മൾ ഐഡിയയിൽ കണ്ടിട്ടില്ലേ, ഇമ്രാൻ നിർത്തിയിട്ട് അബ്ബാസ് എറിഞ്ഞിട്ട് പോയിട്ടില്ലേ? അപ്പോൾ ഇമ്രാൻ അബ്ബാസിനെ പേടിയല്ല, കളിയിൽ ആ സമയത്ത് സിറ്റുവേഷൻ അനുസരിച്ച് ബോളറിന് പേടി വരും. കാര്യം ടെൻഷനാണ് കൂടുതലും വരുന്നതാണ്. കാര്യം കളിക്കാരന്മാരല്ലേ എല്ലാവരും, ബോളേഴ്സും അവൻ്റെ രീതിയിൽ കളിക്കണ്ടേ. അതെ, ഇപ്പോൾ ഖലീഫ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു നല്ല സ്ട്രെങ്ത് എങ്ങനെയാണ് കളിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് എന്താണ്? എന്താ പറയാ, അതില് കൂളായിട്ട് കളിക്കുക, അത് തന്നെ അടിച്ച് വിടുക, അത് തന്നെയാണ്. അല്ലാതെ ഇതില് വേറെ ഒന്നും തോന്നുന്നില്ല. എപ്പോഴും കൂൾ മൈൻഡ് ആയിരിക്കും. പ്രഷർ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ ചിരിച്ചുകൊണ്ട് കളിക്കുക. ഒരുപാട് കളികൾ ഞാൻ ലീവ് ചെയ്തിട്ടുണ്ട് ഫൈനലിലൊക്കെ, ലാസ്റ്റ് ബോളിലൊക്കെ. പ്രഷർ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നു എന്നായിരുന്നു എൻ്റെ അടുത്ത ചോദ്യം. അപ്പൊ അതിനുള്ള മറുപടിയും കൂടിയാണ് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ DIPL സീസൺ ഫസ്റ്റ് ലാസ്റ്റ് ബോൾ ലീവ് ചെയ്താണ് ഞാൻ ചിരിച്ചത്. അതും കൂൾ മൈൻഡ്. അല്ല, ആ ലീവ് ചെയ്ത് കളയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈഡാണ് എന്നുള്ള സംഭവം. റിവ്യൂവിന് പോകുന്നതാണ്. ആക്ച്വലി റിവ്യൂവിന് പോയായിരുന്നു, കിട്ടിയില്ല. നോക്കിയപ്പോൾ അമ്പയർ പ്രഖ്യാപിച്ച് അത് പോയി.
പിന്നെ ഇപ്പൊ അവസാനം പക്ഷേ ഈ DIPL കേസ് പറയുമ്പോൾ അത് എടുത്തു പറയണം. അതിപ്പോൾ ഇൻ ബിറ്റ്വീൻ അത് പറയുമ്പോൾ എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. അത് വല്ലാത്തൊരു മാച്ചായിരുന്നു. കാരണം സാധാരണ റയാൻസിന് വേണ്ടി കളിക്കും, ഇമ്രാനൊക്കെ ഉണ്ട് ടീമിൽ. അത് ഭയങ്കര കളിയായിരുന്നു. നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിധിയെ ഓൾറെഡി എഴുതി. എനിക്ക് തോന്നുന്നു 10-15 റണ്ണൊക്കെ ആകുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 2-3 വിക്കറ്റൊക്കെ പോയി. ഖലീഫ ക്രീസിലുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഒരു തിരിച്ചുവരവുണ്ടായിരുന്നു ആ ടീമിന്. അടിയോടടി അടിച്ചിട്ട് 3 റണ്ണിനോ 2 റണ്ണിനോ അല്ല, ഒരു ബോളിൽ 6 വേണമായിരുന്നു. ആ ബോളാണ് അങ്ങനെ എന്തോ സംഭവിച്ചു. അതായത് മറ്റേ വെളുക്കുന്നവരെ വെള്ളം കൂടിയിട്ട് ലാസ്റ്റ് കലട്ടുടച്ച അവസ്ഥയായി. പക്ഷെ അന്ന് നിങ്ങൾ റണ്ണറപ്പ് ആയി പോയിട്ടുണ്ടെങ്കിലും അത് കണ്ടവർക്ക്, ആ കളി കണ്ടവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്നിങ്സ് ഭയങ്കര ഇതാണ്. ശരി, ഇപ്പൊ സിന്ധു ലാസ്റ്റ് കളിച്ച 2 കളിയിലും ഉണ്ടായിരുന്നു. അത് ഖത്തർ ഫൗണ്ടേഷനിൽ വന്നതും ദോഹ റോക്കേഴ്സിനെതിരെ കളിച്ചതും ഇതുപോലൊരു ബോൾ ലീവ് ചെയ്ത് മാച്ച് ഇതുപോലെ കളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പോയ സ്ഥലത്ത് നിന്ന് ലാസ്റ്റ് മൊമെന്റിലേക്ക് എത്തിച്ചു. അസ്സലാമലൈക്കും ലീവ് ചെയ്ത് അങ്ങോട്ട് കൊടുത്തു. DIPL അന്നത്തെ ആ കളി കൊണ്ട് മറ്റേ DIPL അല്ല സസ്ദു, ഞാൻ കേരള പ്രീമിയർ ഫസ്റ്റ് സീസൺ ഐഡിയ ഇല്ല. അതാണ് അല്ല ഞാനീ സംസാരിച്ചത് നമ്മള് DIPL ലാസ്റ്റ് അത് ഇതുപോലെ കൊണ്ടുവന്ന് അതിൽ ആ ഒരൊറ്റ കളി കൊണ്ട് പിന്നെ സ്കോറിൽ ഇത് വന്ന് മാൻ ഓഫ് ദി സീരീസ് ഒക്കെ TV ഒക്കെ അടിച്ചു കൊണ്ടുപോയി. നാട്ടിൽ പാല് വെച്ച സമയത്ത്, പാലച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എവർക്കൊന്നും മനസ്സിലാവില്ല. ഹൗസ് വാമിങ്, പൊരയിൽ കൂടൽ എന്നൊക്കെ പറയും. പിന്നെ നമ്മൾ അഷ്റഫിന്റെ അച്ചൂക്കാരനെ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടാവും. നീ എന്റെ TV കൊണ്ടാവുള്ളൂ പറഞ്ഞു. ഞാൻ എനിക്കറിയില്ലായിരുന്നു. അല്ല കളിച്ചതല്ലേ, അത് നല്ലതാണെന്ന് പറഞ്ഞാണ്. ഒരു പർട്ടിക്കുലർ ഷോട്ട് കൊണ്ട് ഖലീഫയെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന ഷോട്ട് എന്ന് പറയുമ്പോൾ ഖലീഫയെ ഓർമ്മ വരണമെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഷോട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇത്? സിദ്ധു കാറ്റിന്റെ ഓപ്പോസിറ്റ് കടപ്പുറത്ത് അടിച്ചതാണ്. അപ്പൊ ഏത് ഷോട്ടായിരിക്കും അതിനെ ഉദ്ദേശിക്കുക? പുൾ ഷോട്ട് തന്നെ ആയിരിക്കും ഉറപ്പായിട്ടും. കാര്യം ഇങ്ങോട്ട് വരുന്ന കാറ്റിനെതിരെ ബോൾ അങ്ങോട്ട് അടിച്ചു വിടണ്ടേ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ പറഞ്ഞ ഖലീഫയ്ക്കൊക്കെ ക്രോസ് വലിയിൽ ഒരു രക്ഷ. ഉറപ്പായിട്ടും. കാര്യം എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ഫുൾ ഷോട്ട് തന്നെയാണ്. കാര്യം വരുന്നിടത്ത് കാറ്റിന്റെ ഓപ്പോസിറ്റ് അടിച്ച് കടലിൽ ഇടണമെങ്കിൽ നല്ല ആരോഗ്യം വേണമെങ്കിൽ ഈ ശരീരത്തിൽ നിന്നൊക്കെ വരേണ്ടത് ഉറപ്പായിട്ടും അത് തന്നെയാണ്. ഇത്രയും കളികളൊക്കെ കളിച്ചിട്ടുണ്ടല്ലോ, ഈ കളിച്ച കളികളിലൊക്കെ ഏതെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടോ കളിയിൽ നിന്ന്? ഐ മീൻ നമുക്ക് എന്താ പറയാൻ പറ്റുക, ഒരു മെമ്മറബിൾ മൊമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് കളിയിൽ ഉണ്ട്? വർഷം ഓർമ്മയില്ല, വർഷത്തിന് പ്രസക്തിയില്ല. എനിക്ക് ഓർമ്മയില്ല. ഐഡിയയിലായിരുന്നു അത്. കേരള പ്രീമിയർ ലീഗ് തന്നെയാണ് അത്. അതിൽ മാൻ ഓഫ് ദ സീരീസ് ആയിരുന്നു, ബെസ്റ്റ് ബാറ്റർ ആയിരുന്നു, പിന്നെ ഞാനും ജവാദുമായിരുന്നു. രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഫൈനലിൽ ഷാർക്കിനുള്ള തോറ്റുപോയി. അത് കളിക്കുന്നത് നോർവേക്ക് വേണ്ടി അല്ല, റോയൽ ടൈഗേഴ്സിന് വേണ്ടി. ജില്ലാടിസ്ഥാനത്തിലായിരുന്നു അതിൽ വന്നത്. 12 ടീമിൽ നമ്മളുണ്ടായിരുന്നു, റോയൽ ടൈഗേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട്, അതായത് ഖത്തറിലെ ഐഡിയയിൽ ആദ്യമായിട്ട് ഞങ്ങൾ കളിക്കാറിറങ്ങുന്നില്ലായിരുന്നു. അതും പിന്നെ നമ്മൾ ടസ്കറിനെ തോൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഫൈനലിൽ ഷാർക്കിൻ്റെ കളിക്കാൻ പോകുന്നത്. അതൊക്കെ നല്ല ഓർമ്മിച്ച് ഇരിക്കാൻ പറ്റിയ ഒരു മെമ്മറബിൾ മൊമെന്റ് ഉറപ്പായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വന്ന് കളിച്ച ഒരു ഭയങ്കര സെറ്റായിരുന്നു അത്. ജവാദിന്റെ വരക്കം ആ സമയത്ത് റോയൽ ടൈഗേഴ്സിലൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഷിഹാസ് രണ്ടുപേരും ഒരേപോലെ വന്ന് കയറിയതാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലോക്കൽ ടീമായിട്ട് നിന്നിട്ട് പെട്ടെന്ന് വന്ന് ഐഡിയലിൽ നൈറ്റ് ടൂർണമെന്റ് കളിച്ചിട്ട് വരുന്നതൊക്കെ ഇന്നും അത് മനസ്സിന്റെ അകത്തുണ്ട്. അതൊരു ടേണിംഗ് പോയിന്റ് അല്ല, അതൊരു മെമ്മറബിൾ മൊമെന്റ് ആണ്. നല്ല ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ളത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അത് തന്നെയാണ് അതിന്റെ സ്വാഭാവികമായിട്ടും കളികളിൽ ഒരുപാട് കളികളുണ്ട്. ചേഞ്ചസ് മാത്രമാണ് ടേണിംഗ് പോയിന്റ്. ഒരുപാട് കളികളുണ്ട്. അത് പിന്നെ ഒന്നായിട്ട് പറയാൻ പറ്റൂലല്ലേ. ഇത് എനിക്ക് എന്നും ഓർമ്മിക്കാനുള്ളൊരു കളിയാണത്. കേരള പ്രീമിയർ ലീഗ് വർഷം ഓർമ്മയില്ല. വർഷം നിങ്ങൾ എവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ട് വരണം, സത്യം എനിക്കറിയില്ല. അപ്പൊ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ ഈ തോൽവിയിൽ നിന്ന് പോലും അതിനെ തിരുത്തി എഴുതാൻ പറ്റുന്ന ആളാണെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഉള്ളൊരു ഇൻസിഡൻറ്റ്, അതായത് തോറ്റ ഒരു മാച്ച് തിരിച്ച് ജയത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു കളി നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ ആപ്പുകളൊന്നും ഇല്ലാത്ത സമയത്തായിരുന്നു തോനെയും നടന്നത്. കാര്യം ലൈവൊന്നും ഇല്ലാതെ നമ്മൾ സാധാരണ കളിക്കുന്ന സമയത്ത് ഒരുപാട് കളി റോയൽ ടൈഗേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. പിന്നെ നൈറ്റ് ടൂർണമെൻറ്റിലൊക്കെ ഒന്നും വീഡിയോ ഇല്ലാത്ത സമയത്തും കളിച്ച് ജയിപ്പിച്ച കളികളുണ്ട്.
ഷാർക്കിൻ്റെ എതിരെ ഒരു കളി നോർവേക്ക് വേണ്ടി കളിച്ച് ജയിപ്പിച്ചിട്ടുണ്ട്. തോറ്റ കളി അവിടെ നിന്ന് അടിച്ച് ജയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ റോയൽ ടൈഗേഴ്സിന് വേണ്ടി ഒരുപാട് കളിയുണ്ട്. അതിപ്പോൾ ഓർമ്മിച്ച് വയ്ക്കാനൊന്നും ഇല്ല, കാര്യം അന്ന് തെളിവില്ല. അത് ആപ്പില്ലാത്തതുകൊണ്ട് അന്ന് എഴുതി കൂട്ടുകളാണ്. അപ്പോൾ ഒരുപാട് കളികളുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ഖത്തറിൽ ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റിൽ രാത്രി നൈറ്റ് കളിക്കുമ്പോഴത്തേക്ക് ഏത് ടീമിന് വേണ്ടിയിട്ടാണ് ആദ്യമായി കളിച്ചത് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ ആദ്യമായിട്ട് കളിച്ച റോയൽ ടൈഗേഴ്സിന്, റോയൽ ടൈഗർ, അതിനുശേഷം ഷാർക്ക്, ശരി. പിന്നെ അതിനുശേഷം നമ്മളെ നാട്ടിൻ്റെ ഒരു നോർവേ ഒരു ടീമുണ്ട്, നോൺ റെസിഡൻസ് വർക്കൽ അസോസിയേഷൻ. നോർവേക്കാണ് ഞങ്ങൾ ഒരുപാട് ടൂർണമെൻറ്റ് കളിച്ചിട്ടുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഏകദേശം 10-30 ടൂർണമെൻറ്റുകൾ കളിച്ചു. അതിൽ ഒരു 20 എണ്ണത്തിന് മുകളിൽ ചാമ്പ്യന്മാരായി. പിന്നെ അതിനുശേഷം വീണ്ടും ഷാർക്ക് തന്നെയാണ് ഇപ്പോൾ കളിച്ചിട്ടിരിക്കുന്നത്. ഹനാന് കളിക്കുന്നുണ്ട്, പിന്നെ ദോഹറാക്സ് കളിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഞാൻ തോന്നിയും കളിക്കുന്നത് ഷാർക്കിന് വേണ്ടിയാണ്. പിന്നെ മൊത്തത്തിൽ ഇപ്പോൾ വരുമ്പോഴത്തേക്കും ഓപ്പൺ ടൂർണമെന്റിനേക്കാളും കൂടുതൽ ഇപ്പോൾ പ്രീമിയർ ലീഗ്സാണ് വരുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടീമുകളിലേക്ക് ഐക്കണായിട്ട് മാറിപ്പോയി കളിക്കും. എന്നാലും ആദ്യം കളിച്ചത് റോയൽ ടൈഗേഴ്സിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത്, പിന്നെ തോന്നിയും കളിച്ചത് ഷാർക്കിന് വേണ്ടിയാണ്. ഷാർക്കിന് വേണ്ടി, പിന്നെ ഹനാന്, പിന്നെ ദോറോക്സ്. ഗ്രൗണ്ടിന് പുറത്തുള്ള, അതായത് കളി വിട്ടേക്ക്, കളി അല്ലാണ്ട് ഗ്രൗണ്ടിന് പുറത്തേക്ക് വരുമ്പോൾ എന്താണ് ഹോബീസ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള സംഭവങ്ങൾ? ഇഷ്ടമുള്ള സംഭവമാണ് ഫാമിലിയാണ്. വീട്ടിൽ തന്നെയാണുണ്ട് എല്ലാവർക്കും. വീട്ടിൽ നല്ല ക്രിക്കറ്റ് ഇല്ല, നാട്ടിൽ പോയാൽ പൊതുവെ ക്രിക്കറ്റ് കളിയില്ല. പിന്നെ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ചൂണ്ടിടാൻ പോക്കാം. ചൂണ്ടിടാൻ പോക്കെന്ന് മീൻ പിടിക്കാൻ പോക്കാം. അത് ഫാമിലി ആയിട്ടല്ല, നമ്മളെ നാട്ടിലെ പിള്ളേരുമായിട്ട് അളിയന്മാരും മരുമക്കളായിട്ട് ഇങ്ങനെ പോക്കാൻ ഇഷ്ടം. ഏറ്റവും നല്ലത് അതാണ്. പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാവും, പുറത്ത് പോക്ക് കുറവാണ്. ഞാൻ കറക്കമൊന്നുമില്ല. ലീവിന് പോയാൽ നാട്ടിൽ തന്നെ ഉണ്ടാവും, വീട്ടിൽ തന്നെ ഉണ്ടാവും. വീട്ടിലെ കഞ്ഞിയും മീനാവശ്യമൊക്കെ തിന്നിട്ട് രസിച്ചങ്ങിരിക്കും. ഇതൊക്കെ ഏറ്റവും അടിപൊളി. ഇതൊക്കെ അവിച്ചതെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ അവര് പുഴുങ്ങിയത് പുഴുങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിച്ചതെന്ന് തന്നെ പറയണ്ടേ. നമ്മളാണ് പറയാ അങ്ങനെ. അപ്പൊ പലർക്കും അതൊന്നും അറിഞ്ഞൂടായിരിക്കും. നമ്മുടെ ഒരു നാടിനെ കളിയാക്കി പറയുന്നതല്ലേ സദ്ദാമേ. അത് ഇപ്പൊ അത് എന്താ വെച്ചാൽ വർക്കല ആ സംസാരമില്ല. വർക്കല അങ്ങനെ ഉണ്ടോ? തള്ളപ്പിള്ളി ഉണ്ടോ? ഇല്ലില്ല. ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നത് നമ്മൾ അവിച്ചത് എന്ന് പറയുന്ന ഒരു വേർഡില്ലേ, അത് നമുക്കിപ്പോൾ പലർക്കും അറിയില്ല. അവർക്കൊന്നും ഡിസ്ക്രൈബ് എടുത്തൊന്ന് പറ്റുമോ? യു കണ്ടിന്യൂ. അല്ല, അവിച്ചത് ഇപ്പൊ അവിച്ചെന്ന് തന്നെ പറയാൻ പറ്റും. എനിക്ക് മാറ്റി പറയാൻ പറ്റൂലല്ലേ. അതില്ല. ശരി. പിന്നെ കഞ്ഞി, ഇതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ തീരദേശമായിട്ട് മീൻ എപ്പോഴും കിട്ടും, നല്ല രസമാണ്. പിന്നെ ഇവരുടെ കല്ലുമ്മക്കായി, നമ്മുടെ നാട്ടിൽ കക്ക, അത് ഭയങ്കര ടേസ്റ്റ് അല്ലേ. പോയി എടുത്തിട്ട് വന്ന് കഴിക്കല്, ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് പിള്ളേരുമാർ. കടലിൽ പോക്ക് ഇല്ല. ഇപ്പോൾ ഏകദേശം പ്രവാസിയായ ശേഷം കടലിൽ പോക്കില്ല. മുന്നേ സ്കൂളിൽ പഠിച്ച് കഴിഞ്ഞിട്ട് 1 വർഷത്തോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ പോയിട്ട് ഏകദേശം 10-18 വർഷമായി. കടലിൽ പോക്കില്ല. അപ്പോൾ ചുമ്മാ അങ്ങനെ ഫാമിലിയുമായിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് പോകാം, അത്രേ ഉള്ളൂ. അത് തന്നെയാണ് മെയിൻ. സൗഹൃദങ്ങൾക്കിടയിൽ അതുകൊണ്ട് പിന്നെ കുറച്ച് ചാരിറ്റിയും അതും അങ്ങനെ നമ്മൾ നാടിൻ്റെ ഇതില്ല. ചൂണ്ടേറിയാൻ പോവും. അതിനെപ്പറ്റി പറയുന്നില്ല. പിന്നെ ചൂണ്ടിടാൻ പോകുന്ന ആരെയല്ലേ പറഞ്ഞത്? അതിൽ പോട്ടെ, ഞാൻ കക്കയൊക്കെ ഈ ചൂണ്ടിടുമ്പോൾ മുമ്പാണ് കക്ക എടുക്കുന്നത്. ശരി. കക്ക കല്ലുമ്മക്കായി. നീ തിരുത്തി പറയണ നീ. അല്ല, കക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. എൻ്റെ നാട്ടിൽ കക്ക എന്നാ പറയുന്നത്. അതായത് കല്ലുമ്മക്കായ എന്ന് പറഞ്ഞാൽ കല്ലുമ്മക്കായ അവർക്കറിയില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയാം, പഴയ ആൾക്കാർക്ക് അറിയില്ല. കക്കാന്ന് തന്നെ പറയണം. അപ്പോൾ അതൊക്കെയാണ് ക്രിക്കറ്റിനപ്പുറത്തേക്കുള്ള ഒരു ഇഷ്ടം. ക്രിക്കറ്റിനപ്പുറം എന്ന് പറഞ്ഞാൽ ഫാമിലി കഴിഞ്ഞിട്ടേ ക്രിക്കറ്റ് ഉള്ളൂ. അതാണ് ഏറ്റവും വലുത്. പക്ഷേ അംഗീകരിച്ചിരുത്തില്ല വീട്ടിൽ ഭാര്യ. ക്രിക്കറ്റ് കഴിഞ്ഞിട്ട് ഫാമിലി ഉള്ളതാണ്. അത് എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും പറയാം. കളി എന്ന് പറഞ്ഞായിരിക്കും പറയായിരിക്കും. എല്ലാ ഭാര്യമാരും എല്ലാ ഉമ്മമാരും ഇതൊക്കെ തന്നെയായിരിക്കും പറയാം. ഉറപ്പായിട്ടും അത് സത്യമായ കാര്യമാണ്. ഇപ്പോഴും ചോദിക്കൂല, എന്തിനീ കൊട്ട വെയിലത്ത് പോയി കിടന്ന് കളിക്കുന്നതായിരിക്കും. ഈ സമയത്തും ഇപ്പൊ കോള് വന്നിട്ടിരിപ്പുണ്ട്, ഇതിന് കോള് വന്നിട്ടിരിക്കുക. അത് ശരി. അതിപ്പോ നാളെ ചെന്നിട്ട് റൂമിൽ ചെന്നിട്ട് പറയണം, നീ വിളിച്ചിരുന്ന സമയത്ത് കോള് വന്നിട്ടിരിക്കുകയായിരുന്നു. കൂടെ ഇന്റർവ്യൂലാണെന്ന് പറയണം, എടുത്തു പറയണം. അത് തന്നെ VIP യുടെ കൂടെ ഇന്റർവ്യൂലായിരുന്നു പറയണം. അല്ല, അറിയാം, നിന്നെ കാണുന്നുണ്ട്. അത്രയ്ക്ക് VIP ഒന്നും അല്ലെന്നാ. ഇപ്പൊ ഖലീഫ ബാറ്റ് ചെയ്യാൻ ക്രീസിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ പുറത്തെ ക്രൗഡ് അങ്ങനെ നമ്മൾ ആരാധകരായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ക്രൗഡൊക്കെ ഉണ്ടാവും. നമ്മൾ ഫ്ലഡ് ലൈറ്റ് ടൂർണമെൻ്റൊക്കെ ആകുമ്പോൾ ഒരുപാട് കാണികളുണ്ടാവും. അപ്പോൾ അവരൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ആവേശം വരുന്നതായിരിക്കും, ഇങ്ങനെ വിളിക്കുക അങ്ങനെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴത്തേക്ക് അയ്യോ അവരുടെ ഇത് കാരണം എനിക്ക് ഇതാക്കാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ മൈൻഡ് ഇങ്ങനെ ഡിസ്ട്രാക്ഷൻ ആവാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കളിയിൽ? അങ്ങനെയൊന്നുമില്ല. ആ ചിന്തയൊന്നും അതിൽ വരൂലല്ലേ. ആ സമയത്ത് കിട്ടുകയാണെങ്കിൽ അടിച്ച് പുറത്തിടുന്ന ഒരു ഇതല്ലേ വരിക.
ചില സമയത്ത് നീ കമന്ററി എന്ന് വിളിച്ചു പറയില്ലേ ജിന്ന്, അതൊക്കെ എന്താ സംഭവം അത് നീ പറയുന്നത്? അത് എനിക്ക് നിന്റെ അടുത്ത് ചോദിക്കുന്ന ഭയങ്കര ആഗ്രഹം, എന്താ സംഭവം അതൊന്ന് അർത്ഥം പറഞ്ഞു തന്നെ. അത് അല്ല എപ്പോ നോക്കിയാലും നീ ഉണ്ടാവും, നമ്മളെ ഫജിനും ഉണ്ട്, നിങ്ങൾ രണ്ടും എപ്പോഴും പറയാം എന്താണ് സംഭവം പറഞ്ഞ. അത് ജിന്ന് അതൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ആ ചാർലിയിലെ ഒരു സിനിമ ഡയലോഗ് മാത്രം ഞാൻ ചുമ്മാ ഇങ്ങനെ പറയാണ്. അത് തെരി ആക്കോ കി ഖസാന മേ ചുപ്പാത്ത മുസാഫിർ കാ ദരിയ. അതൊന്നുമില്ല. തെരി ആക്കോ കി ഖസാന മേ ചുപ്പാത്ത മുസാഫിർ കാ ദരിയ और तेरी दिल की खसाना में वो दरिया का नमक. അല്ല സദ്ദു മലയാളത്തിൽ പറ, നീ ഹിന്ദി ഒന്നുമില്ലപ്പ. ഇത് ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചുമ്മാ ഒരു റൊമാൻറ്റിക് കോട്ടാണ്. നമ്മൾ ജിന്ന് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് മനസ്സിലേക്ക് മറ്റേ ചാർലിയിലെ ദുൽഖർ സൽമാൻ ഓർമ്മ വരും. അപ്പോൾ ആ ദുൽഖർ സൽമാൻ്റെ ഒരു ഡയലോഗ് ഒരു ഇൻട്രോയ്ക്ക് വേണ്ടി ചുമ്മാ പറയുന്നതേ ഉള്ളൂ. മറ്റേ അരിക്കൊമ്പനെ പോലെ അതല്ലേ ഉദ്ദേശിക്കുന്നത്? അരിക്കൊമ്പൻ, അത് തന്നെ. അരിക്കൊമ്പൻ എന്ന് പറയല്ലേ. ഇനി അരിക്കൊമ്പൻ വരുമ്പോൾ ഇതൊക്കെ ഇവിടെ പറയാനുള്ളതാണ്. അതുകൊണ്ട് അരിക്കൊമ്പനെയൊന്നും പറയണ്ട. അതൊക്കെ എനിക്ക് അത്ര ഒരുപാട് ആളുകൾ എല്ലാവരും ഖത്തറിൽ ഇപ്പോൾ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ പ്രോ പ്ലെയേഴ്സ് എല്ലാം ഇറങ്ങുമ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ട് ഞാനിങ്ങനെ എഴുതി സെറ്റാക്കിയല്ലേ ഇരിക്കുന്നത്. അതിലൊന്നാണിത്. ക്രിക്കറ്റ് എന്താണ് ക്രിക്കറ്റിലൂടെ പഠിച്ചത്, അല്ലെങ്കിൽ ക്രിക്കറ്റിൽ നിന്നുണ്ടായ ഒരു കിട്ടിയ സൗഹൃദം ഒരുപാട്, പല രാജ്യം, പല നാട്, ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അത് ക്രിക്കറ്റിൽ കിട്ടിയത് ഏറ്റവും വലിയ സമ്പാദ്യം അത് തന്നെയാണ്. ഒരുപാട് സൗഹൃദം കിട്ടിയിട്ടുണ്ട്, നല്ല കൂട്ടുകാരന്മാർ, നല്ലതെന്ന് വെച്ചാൽ നല്ല അടിപൊളി. അത് നാടില്ല, എല്ലാത്തിലും ഉണ്ട് അത്. അപ്പം ഈ രാജ്യം, ഈ സ്ഥലം അങ്ങനെയൊന്നുമില്ല, ഒരുപാട് പേരുണ്ട് നല്ല നല്ല ഒരുപാട് കൂട്ടുകാരന്മാരെ ക്രിക്കറ്റ് കിട്ടിയ സൗഹൃദമാണ് ക്രിക്കറ്റിനപ്പുറം ഏറ്റവും കൂടുതൽ നിന്ന് കിട്ടിയേക്കാം ഏറ്റവും വലിയ സമ്പാദ്യം. അപ്പോൾ വളരെ ക്വിക്കായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേവറേറ്റ് ഷോട്ട്? അത് തന്നെ മടക്കി വിടക്കം. നേരത്തെ പറഞ്ഞ ഫുൾ ഷോട്ട്. അത് തന്നെ ഫുൾ ഷോട്ട്, മടക്കി വിടക്കം. പക്ഷേ എനിക്ക് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഖലീഫയുടെ റിവേഴ്സ് ഷോട്ടും നമുക്കൊരു ഫേവറേറ്റ് ആണ്. അല്ല അതൊക്കെ ഖലീഫയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫേവറേറ്റ് ഷോട്ട് ഫുൾ ഷോട്ട് ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മയിരിക്കുക. ഫുൾ ഷോട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടപ്പെടത്തില്ല, അതിന് മടക്കി വിടക്കം എന്ന് പറയും. അതായത് നെഞ്ചാമ്പടി കയറുമ്പോൾ മടക്കി കടലിലോട്ട് അടിക്കുന്ന ഭയ രസമാണ്. അത് നമ്മളെ തീരദേശത്ത് നമ്മൾ കടപ്പുറത്ത് സൈഡ് കളിക്കുമ്പോൾ മടക്കെന്നാണ് പറയുന്നത്. അപ്പോൾ ഫേവറേറ്റ് ഷോട്ട് ഫുള്ളാണ്. നമ്മുടെ ആരാധകരുടെ ഫേവറേറ്റ് ഷോട്ട് ഖലീഫയുടെ റിവേഴ്സാണ്. ഒരു ഫേവറേറ്റ് പ്ലെയർ, അതായത് നമ്മുടെ ഇപ്പോൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഖത്തർ ക്രിക്കറ്റ് ആണല്ലോ, സോ ഖത്തർ ടെന്നീസ് ക്രിക്കറ്റിലെ ഒരു ഫേവറേറ്റ് പ്ലെയർ, പിന്നെ ഒരു ഇന്റർനാഷണൽ ഏതാണ് ഫേവറേറ്റ് പ്ലെയർ എന്ന് പറയുമ്പോൾ? ഇന്റർനാഷണലിൽ ഞങ്ങൾ കളിച്ചു വരുന്ന സമയത്ത് സച്ചിനായിരുന്നു. അപ്പോൾ ആ സച്ചിൻ്റെ ഇത് തന്നെയാണ് ഫേവറേറ്റ് ആയിട്ടൊരു. ടെന്നീസ് ബോൾ ഖത്തറിൽ ഞാൻ തന്നെയാണ് എനിക്ക് ഫേവറേറ്റ്. വേറെ ആരും പറയാൻ പറ്റൂല. കാര്യം ഇപ്പോൾ സദ്ദാമിനെ പറഞ്ഞാൽ അടുത്ത ആളിന് അടുത്തൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഒരാളുടെ പേര് പറയുന്നില്ല, ഞാൻ തന്നെയാണ് എനിക്ക് ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ആൾക്കാർ. അത്രേ ഉള്ളൂ, വേറെ പുറത്ത് ആരുമില്ല. മറ്റുള്ളവരെ വെറുതെ പറഞ്ഞ ദേഷ്യം ഉണ്ടാവും, ഉറപ്പായിട്ട് ദേഷ്യം ഉണ്ടാവും. അത് വളരെ നല്ലൊരു കാര്യം. അല്ല, നിങ്ങൾ ഫേവറേറ്റ് പ്ലെയർ ആവാനുള്ള 100% 100% അതിനുള്ള ഇതുണ്ട്. എല്ലാവരുടെയും ഫേവറേറ്റ് പ്ലെയറായ ഖലീഫയ്ക്ക് ഖലീഫയുടെ സ്വന്തം പ്ലെയർ ആയിക്കൂടെ? ഞാൻ എന്നെ തന്നെ പറഞ്ഞത്, വേറെ ഒരാളുടെ പേര് പറയുന്നില്ല അതിൽ. നമ്മുടെ ഖത്തർ ക്രിക്കറ്റിലെ ഏറ്റവും ഒരു ഫേവറേറ്റ് ഗ്രൗണ്ട്? നൈറ്റാ ഡേ? പകലാ? രണ്ടും. നൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഗ്രൗണ്ടേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ. ഖത്തർ ഫൗണ്ടേഷൻ പിന്നെ വക്കറിലുണ്ട്, ഉംസയിലുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഐഡിയൽ. റെഡ് ബോളിലേക്ക് വരുമ്പോൾ ഡേയിൽ ഇപ്പോൾ ഏത് പറയാനാ, ആദ്യം റെഡ് ബോളിൻ്റെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അയൻകാലത്തിൽ, അതിപ്പോൾ ഇല്ല, പൊളിച്ചു പോയി. പിന്നെ തുമാമയിൽ ഇപ്പോൾ ഒരുപാട് ഗ്രൗണ്ട് ഉണ്ട്. ഒരു ഗ്രൗണ്ടിന് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റൂല, എല്ലാം നമുക്ക് ഒരുപോലെ. പിന്നെ നമ്മൾ പൊതുവെ എല്ലാവരും ഖത്തറിൽ എല്ലാവരും പറഞ്ഞാൽ ഷോപ്പറമ്പ്, ഇന്റർടെക്, എല്ലാവരും പറയുന്നതല്ലേ ഷോപ്പറമ്പ്, ഇന്റർടെക് തന്നെയാണ്. ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും നല്ല ബോളർ? നേരത്തെ കുറച്ച് ബോളേഴ്സിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ പോലും ഇഷ്ടപ്പെട്ടതല്ലേ ഇപ്പോഴത്തെ നിലവിൽ നമ്മൾ ഖത്തർ ക്രിക്കറ്റിൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ബോളർ എന്ന് പറഞ്ഞത് റോയൽ ടൈഗേഴ്സ് സമീർ ഖാനാണ്. ഇപ്പോൾ പരുക്കാണ്, പൊതുവെ കളി കുറവാണ്. സമീർ ഖാനാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഖലീഫയ്ക്ക് ഒരു പ്ലെയറായിട്ട് ടീമിൽ കളിക്കുന്നതാണോ ഇഷ്ടം, അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റനായിട്ട് കളിക്കുന്നതാണോ ഇഷ്ടം? അതായത് ക്യാപ്റ്റൻ ആണോ പ്ലെയർ ആണെന്നാണ്? എങ്ങനെ കളിക്കാനാണ്? പ്ലെയർ ആയിരുന്നു ഞാൻ ക്യാപ്റ്റൻ ആവും. അങ്ങനെ മാച്ചിന്റെ കൺട്രോൾ ഏറ്റെടുക്കല്ല, അത് ഓൾറെഡി കിട്ടും. അതുകൊണ്ട് ഇപ്പൊ അതിന്റെ ഒരു ചോദ്യത്തിന് ക്യാപ്റ്റനായി കളിച്ചാലും പ്ലെയറായി കളിച്ചു കഴിഞ്ഞാൽ രണ്ടും സെയിം ആണ്. സിറ്റുവേഷൻ ക്യാപ്റ്റൻസി ഉള്ളത് കൊണ്ട് തന്നെ പ്രഷറൊന്നുമില്ല, അത് അതുപോലെ അങ്ങ് പോകും. ബാറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഏതെങ്കിലും ബൗളേഴ്സ് അല്ലെങ്കിൽ ഫീൽഡേഴ്സ് ഒക്കെ സ്ലഡ്ജ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ആരും വൈരാഗ്യമൊന്നും അല്ല.
എന്നിരുന്നാലും നമ്മളൊരു സ്ലഡ്ജ് ചെയ്യുമല്ലോ. അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈ അല്ലെങ്കിൽ റിയാക്ഷൻ എങ്ങനെയാണ്? അവരോട് റിയാക്ട് ചെയ്യുമോ അതോ അല്ല, തിരിച്ചത് കൊടുക്കല്ലല്ലോ, അത് മറുപടി ബാറ്റ് കൊണ്ടാണ്. അതാണ് ഏറ്റവും ഉത്തമം. അല്ലെങ്കിൽ നാടൻ ഭാഷയാണ്. അതൊരുപാട് എനിക്കറിയാം. അല്ല, നാടൻ ഭാഷ ഇപ്പൊ ഖത്തറിൽ ഒരുമാതിരിപ്പെട്ടവരെല്ലാം പറയാം, അത് നല്ലതാണ്. കാരണം പിന്നെ കുറച്ച് നേരത്തേക്ക് പിന്നെ തിരിച്ചുള്ളൊരു പ്രതികരണം വരത്തില്ല. അതാണ് അതിനുള്ള ഉത്തരം. നമ്മൾ കളിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ സ്ലഡ്ജിങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഖലീഫ എന്ന് പറയുന്ന പ്ലെയർ വളരെ കൂളായിട്ടുള്ള ഒരു പ്ലെയർ ആണോ അതോ ഭയങ്കര ഗൗരവക്കാരനാണ്? കളിയിൽ കൂളില്ല, ഗൗരവം വേണം. കൂളായിട്ട് കളിച്ചാൽ ശരിയായി പോകില്ല. പുറത്ത് കൂളാണ്, അകത്ത് കടവാശിയൊക്കെ വേണം, വൈരാഗ്യമൊക്കെ ഉണ്ട്, ദേഷ്യമുണ്ട്, തോറ്റുക സങ്കടമുണ്ട്. ഇതിപ്പോ ഇവിടെ ഇരുന്ന് ഞാൻ ചോദിക്കുമ്പോഴും എനിക്കറിയാം എന്താണ് ഖലീഫ എന്നുള്ളത്. എനിക്ക് നന്നായിട്ട് ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതും സ്ഥിരം കാണുന്നതാണല്ലോ. അതുകൊണ്ട് അല്ല, കളിയിൽ തമാശയില്ല. തമാശ ഒന്നും അവന് ക്രിക്കറ്റ് അത് രസിക്കൂല. ഖലീഫയുടെ ആരാധകർക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക്, ഖത്തറിൽ ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇത് കാണുന്നവർക്കൊക്കെ ഖലീഫ എന്ന പ്ലെയറിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? ഉപദേശം എന്ന് പറയുന്നത് എങ്ങനെയാ, ജോലി, ജീവിതം ആദ്യം, അതല്ലേ നല്ലത്. ജീവിതം കഴിഞ്ഞിട്ട് ഇതൊരു ടൈം പാസ്. 2 ദിവസത്തെ ലീവ്. പൊതുവേ ഗവൺമെന്റ് ജോബ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ 2 ദിവസത്തെ ലീവ് ഉണ്ട്, വെള്ളിയും ശനിയും. ആ സമയത്ത് കിട്ടുന്ന എന്റർടൈൻമെന്റ്, അതാണ് ഏറ്റവും മെയിൻ അതിൽ. പിന്നെ ഇതിലുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വ്യായാമം, അത് ഇതിൽ കിട്ടുന്നുണ്ട്. ആരോഗ്യം ശ്രദ്ധിക്കുന്നുള്ളത്. പിന്നെ ഇതിൽ പുകവലി, പിന്നെ ഇത് അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാതിരിക്കുക, അത് ആരോഗ്യത്തിന് നല്ലതായിരിക്കും. കഴിവിൻ്റെ പരമാവധി അതൊക്കെ യൂസ് ചെയ്യാതിരിക്കുക, ഒഴിവാക്കണം. പിന്നെ അത് നല്ലതാണ്. അത് നമ്മൾക്ക് ഇപ്പോൾ ഈ വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഇതാണ്. ശരിയാണ്, അല്ലേ? നല്ലൊരു കാര്യമാണ്. കാരണം വെച്ചാൽ പുകവലി, പുകയില ഉൽപ്പന്നങ്ങളൊക്കെ ഭയങ്കര പ്രശ്നം. ലഹരി പദാർത്ഥങ്ങൾ മൊത്തത്തിൽ ഒഴിവാക്കിയാൽ ആരോഗ്യകരമായിട്ട് നിൽക്കുന്നത് നല്ലതാണ്. അതാണ് പ്രത്യേകിച്ച് പുതിയ തലമുറയോട് പറയാനുള്ള മെയിൻ ഘടകം. നമുക്കൊരു സിറ്റുവേഷനിലേക്ക് പോവാം. അതായത് വളരെ ക്രൂഷ്യൽ ഒരു മാച്ച്, ഒരു ഓവർ ബാക്കിയുണ്ട്, 12 റൺസ് വേണം ഒരു ഓവറിൽ. ഓക്കെ, എന്തായിരിക്കും ചെയ്യുക? ഫസ്റ്റ് ബോൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എന്തായിരിക്കും മൈൻഡിലൊക്കെ? ഫസ്റ്റ് ബോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അതിപ്പോൾ കളിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കിട്ടിയാടിയല്ലേ ഉറപ്പായിട്ടും 12 റൺസ് അല്ലേ, 2 ബോൾ കിട്ടിക്കറിയാൻ നോക്കൂ. ലാസ്റ്റ് വരെ കൊണ്ടെത്തിക്കാൻ നോക്കൂല, ആദ്യത്തേൽ തന്നെ തീർക്കാം. അത്രേ ഉള്ളൂ. ലാസ്റ്റ് വരെ പോകാൻ ഒരിക്കലും ഇതാവില്ല. സിമ്പിൾ ആൻഡ് ഹംബിൾ. അതിന് ടെൻഷൻ ഇല്ല, അതില് അടിച്ച് തീർക്കുക, പോവുക. ഖലീഫ എന്ന് പറയുന്ന ബാറ്ററിനെ പറ്റി നമ്മൾ സംസാരിച്ചു, പക്ഷെ ഖലീഫ എന്ന് പറയുന്ന ബൗളറിനെ പറ്റി സംസാരിച്ചില്ല. ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി സംസാരിക്കൂ. ബൗളറല്ല, എന്നാലും ബോൾ ചെയ്യുന്നുണ്ട്. കീപ്പർ ബാറ്റ്സ്മാനാണ്. ബൗളിംഗ് ചെയ്യാറുണ്ട്, അത് പാർട്ട് ടൈം ആയിട്ട്. ഇങ്ങനെ ഏതോ ഒരു ടൂർണമെന്റിൽ ബെസ്റ്റ് ബൗളർ ആയിട്ടുണ്ടല്ലോ. ഉണ്ടായിരുന്നു, മറ്റേ മോഹൻലാലിന്റെ ഇത് ഒരു ഇതിന്റെ ഫാൻസ് അസോസിയേഷൻ മറ്റേ തുമ്മാമേര് വെച്ച് നടത്തിയത്. ബെസ്റ്റ് ബൗളർ ആയിരുന്നു ഞാൻ. അതിന് കുറെ ട്രോള് കിട്ടിയെന്ന് തോന്നുന്നു. കിട്ടിയായിരുന്നു. അതില് സദ്ദാമ് കുറെ സ്റ്റിക്കറൊക്കെ ആക്കിയില്ലേ അതില്, അല്ലേ സദ്ദു? നീല സ്റ്റിക്കർ ആക്കിയത്. അപ്പൊ പിന്നെ പാർട്ട് ടൈം ബോളെന്ന് വെച്ചാൽ ഞാൻ പവർ പ്ലേയിൽ അറിയാറ്, ന്യൂ ബോളിൽ എറി. പവർ പ്ലേയിൽ സ്റ്റാർട്ട് ചെയ്ത്. അതുകൊണ്ടാണല്ലോ ഞാനത് എടുത്ത് ചോദിച്ചത്. കാരണം ഞാൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് പവർ പ്ലേ എല്ലാം എറിഞ്ഞു പോകുന്നത് ഖലീഫയാണ്. അപ്പൊ ഒബ്വിയസ്ലി അതിനെപ്പറ്റി ചോദിക്കണമല്ലോ, അതാണ് അത് ചോദിച്ചത്. എറിയുന്നുണ്ട് ഞാൻ. പിന്നെ അതല്ലേ പറഞ്ഞ, പവർ പ്ലേയിൽ ന്യൂ ബോൾ ആകുമ്പോൾ പിന്നെ പേടിക്കണ്ടല്ലോ, പെട്ടെന്ന് പണി കഴിഞ്ഞ് പോകാമല്ലോ വീട്ടിൽ. ഇപ്പോൾ നമ്മളെ കൂടെ ഇത്രയും നേരം ഈ പ്രോഗ്രാമിന് പങ്കെടുത്തതിന് വളരെയധികം സന്തോഷമുണ്ട്. എന്നാലും എന്ത് തോന്നുന്നു? ഐ മീൻ, ഈ പ്രോഗ്രാമിനെ പറ്റിയിട്ട് എന്താണ്? നല്ലതാണ്. പ്രത്യേകിച്ച് നീ നമ്മൾ അനിയനാണ്. താങ്ക് യു. വിളിക്കുമ്പോൾ ഉറപ്പായിട്ട് വരണം. പിന്നെ റിയാസ് എന്നോട് വിളിച്ചത് പറഞ്ഞിട്ടായിരുന്നു. ഇങ്ങനെ വന്നു, വണ്ടി കൊണ്ടുവന്നു, എന്നെ കൊണ്ടുവന്നു. സംഭവം എന്ന് പറഞ്ഞാൽ ചിരിക്കാനുള്ളൊരു കോമഡി ഉണ്ട്. എനിക്കിതെന്താണെന്ന് അറിയാതെ ഞാൻ ഇവിടെ വന്നിരുന്നത്. ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നീ 5 മിനിറ്റ് പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം എന്നെ 2 മണിക്കൂർ ഇവിടെ പിടിച്ചിരുത്തി. ഞാൻ 5 മിനിറ്റത്തേക്ക് വന്ന സംഭവമാണ് നീ എന്നെ കൊണ്ട് ഈ 2 മണിക്കൂർ ഇവിടെ പിടിച്ചിരുത്തിയത്. സന്തോഷം, നല്ലത്. എന്തായാലും നമ്മുടെ കൂടെ ഈ വന്ന് ഇരുന്നതിലും ആ സമയം കണ്ടെത്തിയതിനും വളരെയധികം സന്തോഷമുണ്ട്. സലീംകുമാർ, നിനക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ? യെസ്, സന്തോഷം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അല്ല, എനിക്കും ഇന്നൊരു ഒരു കാം മൂഡായിരുന്നു. എനിക്കും ഒരു സന്തോഷമുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ പ്രഷറൊന്നും ഇല്ലാണ്ടും അല്ലെങ്കിൽ കൂടുതൽ ഔപചാരികതകളൊന്നും ഇല്ലാണ്ട് വെറുതെ കൂളായിട്ട് നമ്മൾ സാധാരണ ഗ്രൗണ്ടിലിരുന്ന് വർത്താനം പറഞ്ഞു പോകുന്നത് പോലുള്ളൊരു
ഒരു ഈസി ബിസി മൂഡായിരുന്നു. അപ്പൊ നീ ഒരുപാട് കട്ട് ചെയ്ത് കാണുമല്ലോ അതില്. കട്ട് ചെയ്യണം. ഗ്രൗണ്ട് മോഡലാണ് പറയണെങ്കിൽ ഒരുപാട് ചീത്ത കേൾക്കുമല്ലോ എനിക്ക്. ഇതില് കുറെ കട്ടിങ് ഉണ്ട് ഇതില്. അപ്പൊ എന്തായാലും അല്ല, നീ ഗ്രൗണ്ട് മോഡലാണ് ഉദ്ദേശിച്ചെങ്കിൽ എന്റെ ചീത്ത കേൾക്കും എനിക്ക് ഉറപ്പായിട്ടും. അപ്പൊ അത് കട്ടിങ് ഉണ്ട് അതില്. പിന്നെ കട്ട് ചെയ്യണോ? സെൻസർ ബോർഡ് വരും. സെൻസർ ഉണ്ടായത്. പിന്നെ സെൻസർ ബോർഡ്, റിയാസ് സെൻസർ ബോർഡ്. ഓക്കെ, അപ്പൊ അവനാണ് കട്ട് ചെയ്യുന്നത്. എന്താ ചേട്ടൻ, അപ്പൊ ഇൻഷാ അല്ലാ താങ്ക്സ് ഇല്ല എന്നെ വിളിച്ചൊരു നിനക്ക് റിയാസിന് ഒരു നന്ദിയൊന്നുമില്ല. നന്ദിയൊന്നും വേണ്ട, നന്ദിയില്ല. നമ്മളാണ് നന്ദി പറയുന്നത്. നമ്മളെ കൂടെ ഇവിടെ വന്നിരുന്ന സമയം സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി. അപ്പൊ ഇൻഷാ അല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. സ്വതസിദ്ധമായ ശൈലി കൊണ്ട് ഖത്തർ ക്രിക്കറ്റ് പ്രേമികളെ കയ്യിലെടുത്ത ഖലീഫയിലൂടെയാണ് ഇന്ന് നമ്മൾ പോയത്. ദിസ് ഈസ് സദ്ദാം സൈനിങ് ഓഫ് വിത്ത് ഖലീഫ അബൂ സലി ഫ്രം ദ പവലിയൻ ടോക്സ്, presented by RJ Sports and sponsored by New Tech Enterprises, Unique Concept and Trivok. Thank you guys. This video is brought to you by New Tech Enterprises, powered by Trivok Sports in association with Unique Concepts, designed to inspire.